സാർ നമസ്കാരം. നമസ്കാരം. ഇന്നലെ കൊച്ചിയുടെ ED ഓഫീസിൽ വലിയൊരു ചോദ്യം ചെയ്യൽ നടക്കുകയുണ്ടായി. പാർട്ടിയെയും ഭരണത്തെയും, അതായത് CPM എന്ന പാർട്ടിയെയും CPMൻ്റെ ഭരണത്തെയും കഴിഞ്ഞ 10 വർഷക്കാലം കയ്യിലൊതുക്കിക്കൊണ്ട് നടന്ന, ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ശക്തി എന്ന ഏകഛത്രാധിപതി എന്ന പേര് കേട്ട പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെയാണ് CMRL എക്സാലോജിക് കേസുമായി ബന്ധപ്പെട്ട് ED ചോദ്യം ചെയ്തത്. ED ഇത് 2ാം തവണയാണ് വീണ വിജയനെ വലിയ രീതിയിൽ ചോദ്യം ചെയ്യുന്നത്. മെയ് 21-ാം തീയതി തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിലുള്ള പിണറായി വിജയൻ്റെ വീട് ED റെയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നും വീണ വിജയനെ ചോദ്യം ചെയ്തു. ഇന്നലെയും ഏതാണ്ട് 8.5 മണിക്കൂർ നേരമാണ് വീണ വിജയനെ ചോദ്യം ചെയ്തത്. എന്നാൽ മെയ് 21-ാം തീയതി വീണ വിജയനെ ചോദ്യം ചെയ്യുമ്പോൾ പിണറായി വിജയൻ്റെ വീടിന് മുൻവശത്ത് ബേക്കറി ജംഗ്ഷനിൽ ആയിരക്കണക്കിന് CPM പ്രവർത്തകരും CPMൻ്റെ മുൻ മന്ത്രിമാരും CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദനും ജില്ലാ സെക്രട്ടറിയായ ജോയി ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ EDക്ക് പ്രതിരോധം തീർക്കുന്ന കാഴ്ച നാം കണ്ടു. നിയമവിരുദ്ധമായി തന്നെയായിരുന്നു അത്തരം പ്രതികരണങ്ങളും പ്രതിരോധങ്ങളും. ED റെയ്ഡ് ചെയ്ത് മടങ്ങിപ്പോകുന്ന സന്ദർഭത്തിൽ EDയെ ആക്രമിക്കുന്ന കാഴ്ച വരെ ജനം കണ്ടു, അമ്പരം നിന്നു. കാരണം നിയമവാഴ്ചയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് CPMൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ ഇന്നലെ EDയുടെ കൊച്ചി ഓഫീസിലേക്ക് വീണ വിജയൻ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭർത്താവായ മുഹമ്മദ് റിയാസ് അവരെ EDയുടെ ഗേറ്റിൽ കൊണ്ടുവിടുന്നു. പിന്നീട് അദ്ദേഹം മടങ്ങിപ്പോകുന്നു. വൈകുന്നേരം ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് ഏതാണ്ട് 8-9 മണിയോടുകൂടി വീണ വിജയൻ മടങ്ങുമ്പോൾ കൂട്ടിക്കൊണ്ടുപോകുവാൻ റിയാസ് പോലും വന്നിരുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. മെയ് 21-ാം തീയതി അന്ന് തെരുവിൽ തടിച്ചുകൂടിയ CPM പ്രവർത്തകരോ CPMൻ്റെ മുൻ മന്ത്രിമാരോ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയോ ജില്ലാ സെക്രട്ടറിയോ ആരും തന്നെ കൊച്ചിയിൽ EDയുടെ ഓഫീസിൽ വീണ വിജയൻ ചോദ്യം ചെയ്യലിനെത്തിയപ്പോൾ പ്രതിരോധം തീർക്കാൻ എത്തിയിരുന്നില്ല. അങ്ങനെയെങ്കിൽ എന്തിനു വേണ്ടിയാണ് തിരുവനന്തപുരത്ത് EDയെ പ്രതിരോധിക്കുവാനും EDയെ ആക്രമിക്കാനും വേണ്ടി CPM പ്രവർത്തകരും CPMൻ്റെ നേതാക്കന്മാരും മന്ത്രിമാരുമെല്ലാം മുൻ മന്ത്രിമാരുമെല്ലാം ഒത്തുകൂടിയത് എന്നുള്ളത് ജനത്തിന് മനസ്സിലാകുന്നില്ല. അല്ലെങ്കിൽ നിയമം കയ്യിലെടുത്തുകൊണ്ട് നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയായിരുന്നോ അന്ന് പിണറായി വിജയനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് വീണയെ ചോദ്യം ചെയ്യുന്ന സന്ദർഭത്തിൽ EDയെ ആക്രമിച്ചത്? ഇന്നലെ ED ഓഫീസിൽ വളരെ ശാന്തമായ രീതിയിൽ ചോദ്യം ചെയ്യൽ നടന്നു. ഇവിടെ എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, 18 കോടി രൂപയോളം, ഏതാണ്ട് 18.89 ലക്ഷം രൂപ, 19 കോടി രൂപയോളം വീണയുടെ അക്കൗണ്ടിൽ ED കണ്ടുകെട്ടി അത് മരവിപ്പിച്ചിരിക്കുന്നു. അടിസ്ഥാന വർഗത്തിൻ്റെ, തൊഴിലാളി വർഗത്തിൻ്റെ വക്താവായ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ എക്സാലോജിക് എന്നൊരു കമ്പനിയുമായാണ് അവരുടെ ജീവിതം തുടങ്ങുന്നത്, ഔദ്യോഗിക ജീവിതം തുടങ്ങുന്നത്. അതിനു മുമ്പ് അവർ പഠിക്കുകയായിരുന്നു. എങ്ങനെയാണ് 19 കോടി രൂപ ഇവരുടെ വരുമാനമായി നീക്കിയിരിപ്പായി ഉണ്ടായതെന്ന് ഏതെങ്കിലും ഒരു തൊഴിലാളി നേതാവ് ചോദിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ചോദിച്ചിട്ടുണ്ടോ? ഇവരാരും നേരിട്ട് ചോദിച്ചിട്ടില്ല. എന്നിട്ടും വീണ വിജയനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി തെരുവിലിറങ്ങി 26 പേര് CPMകാർ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നു. രാജ്യരക്ഷാ കുറ്റം വരെ അവരുടെ മേൽ ചുമത്തും എന്നാണ് അറിയാൻ കഴിയുന്നത് EDയെ പ്രതിരോധിച്ചതിൻ്റെ പേരിൽ. എന്തായാലും CPM ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുന്നു, ഞങ്ങൾ ഇനി വീണ വിജയനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മുന്നോട്ടില്ല എന്ന് ഒരു രീതിയിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നു. എങ്ങനെയാണ് ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ, മുതിർന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ, ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ ഈ ഒരു സാമൂഹ്യ വിപത്തിനെ സാർ നോക്കിക്കാണുന്നത്? അല്ല, സ്വതവേ കമ്മ്യൂണിസ്റ്റുകൾ വളരെ ഭീരുക്കളാണ്. കമ്മ്യൂണിസ്റ്റുകൾ ഭീരുക്കളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും സർക്കാർ കർശനമായുള്ള നടപടികൾ എടുക്കുന്ന കണ്ടാൽ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ സൈലൻ്റ് ആണ്. ഇപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ വീണ വിജയൻ താമസിക്കുന്ന അവിടെ ബേക്കറി ജംഗ്ഷനിലെ വീട്ടിൽ EDക്കാർ വന്ന സമയത്ത് പിണറായി വിജയനും കൂടി ഉണ്ടായിരുന്നതിൻ്റെ പേരിൽ പിണറായി വിജയനെ കയറിയിട്ട് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന MLAമാരും മന്ത്രിമാരൊക്കെ അവിടെ കൂടിയതാണ്. ഈ ഗോവിന്ദ മാഷ് എന്നൊക്കെ പറഞ്ഞ അയാൾ മാഷൊന്നുമല്ല, അയാളെന്തോ ഡ്രില്ലൊക്കെ പഠിപ്പിക്കുന്ന ആളാണ്. ഈ പറയുന്ന ഡ്രില്ലൊക്കെ പഠിപ്പിക്കുന്ന അന്തവും കുന്തവും ഇല്ലാത്ത ചില ആളുകൾ, ഗുസ്തി പഠിപ്പിക്കുന്ന ചില ആളുകൾ, അവരൊക്കെ അവിടെ ഒന്നിച്ചു കൂടാനുള്ള കാരണം അവർക്ക് ആരെങ്കിലും ഭയം വേണം സ്ഥിരമായിട്ട്. അന്ന് അവർ ഭയപ്പെട്ട പിണറായി വിജയനാണ്. പിണറായി വിജയൻ്റെ ഇനിയാണ് റെയ്ഡ് ചെയ്യുന്നത്, അദ്ദേഹത്തെയാണ് ചോദ്യം ചെയ്യുന്നതെങ്കിൽ തങ്ങൾ മിണ്ടാതിരിക്കുകയാണെങ്കിൽ നാളെ പാർട്ടിക്ക് പുറത്തു പോകുന്നുള്ള സംശയം അത് ഗോവിന്ദനുണ്ട്, അത് സാക്ഷാൽ ഗോവിന്ദനുണ്ട്, അത് ശിവൻകുട്ടിക്കുണ്ട്, അത് ജോയിക്കുണ്ട്, അത് A.A. റഹീമിനുണ്ട്. ഇവർക്കൊക്കെ അത് ഉള്ളതിൻ്റെ പേരിൽ ഇവരെല്ലാവരും കൂടി അവിടെ തടിച്ചുകൂടുകയായിരുന്നു. അതേ സമയത്ത് ഇന്നലെ സംഭവിച്ചത് എറണാകുളത്ത് വീണ വിജയനെ കൊണ്ടുവന്ന സമയത്ത് അവിടെ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല.
എന്ന് മാത്രമല്ല, ഒന്ന് കൃത്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് സഹാക്കൾക്ക് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേക്കറി ജംഗ്ഷനിൽ കൂടിയിട്ട് അക്രമം കാണിച്ച, തെമ്മാടിത്തരം കാണിച്ച, ഗുണ്ടായുസം കാണിച്ച എല്ലാ ആളുകളും പിടിച്ച് ജയിലിട്ടവര് 26 പേരാണ് അവിടെ ജയിലിൽ കിടക്കുന്നത്. എല്ലാ സഹാക്കന്മാരും ഇപ്പോൾ ഗോതമ്പുണ്ട തിന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അത് ഇന്ന് മാത്രമല്ല, എക്കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം, ആ ചരിത്രത്തിൽ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കർശനമായുള്ള പോലീസ് നടപടികൾ സ്വീകരിച്ചാലേ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രസ്ഥാനം ഇല്ലാണ്ടായി പോവും. അത്രേ ഉള്ളൂ. ശരിക്ക് നമുക്ക് ചിലപ്പോൾ തോന്നും കമ്മ്യൂണിസ്റ്റുകാർ മഹാമിടുക്കന്മാരാണ്, അവർ സമരം ചെയ്യും, അവർ കാര്യങ്ങൾ നേടി. ഒന്നുമില്ലപ്പാ, അവര് താനി ഭീരുക്കളാണ്. ശക്തമായ നടപടി പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്നാൽ ഈ പറയുന്ന ഒരൊറ്റ കമ്മ്യൂണിസ്റ്റുകാരും പിന്നെ അവിടെ ഏഴയൽക്കത്ത് പോലും ഉണ്ടാവില്ല. സാർ, ഇന്നലെ ഈ EDയുടെ കൊച്ചി ഓഫീസിൽ ചോദ്യം ചെയ്യൽ നടക്കുമ്പോൾ 21-ാം തീയതി തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിൽ പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ താമസിക്കുന്ന വീട്ടിൽ നടന്ന അതേ രീതിയിലുള്ള ചോദ്യം ചെയ്യൽ തന്നെയാണ് ഇന്നലെ കൊച്ചി ED ഓഫീസിൽ നടന്നിരിക്കുന്നത്. പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്തു. അന്ന് പിണറായി വിജയൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ, ED റെയ്ഡ് കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ മാധ്യമങ്ങൾ കണ്ടപ്പോൾ പിണറായി വിജയൻ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. എന്നോട് അവരൊരു ചോദ്യവും ചോദിച്ചില്ല, വീണയോട് അവർ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത് കേട്ട് ഞാൻ അവസ്ഥയ്ക്ക് പോയില്ല. അങ്ങനെയെങ്കിൽ വീണ എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ മകൾ CPM-ലോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിലോ അംഗത്വം എടുത്തിട്ടില്ല. അവരൊരു സ്വതന്ത്ര വ്യക്തിയാണ്. പിണറായി വിജയൻ എന്ന CPM-കാരനായ മുഖ്യമന്ത്രിയുടെ മകളായതിൻ്റെ പേരിൽ അവരെ ചോദ്യം ചെയ്യുന്നതിൻ്റെ പേരിൽ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിൽ പ്രതിരോധം തീർത്ത CPM-കാർ അതേ നടപടി തന്നെയാണ് ഇന്നലെ ED ഓഫീസിൽ കൊച്ചിയിലും അരങ്ങേറിയത്. എന്തുകൊണ്ടാണ് CPM-കാർ അങ്ങനെയെങ്കിൽ കൊച്ചിയിൽ ഇന്നലെ പ്രതിരോധിക്കാൻ വേണ്ടി എത്താതിരുന്നത്? എന്തുകൊണ്ട് എത്തിയില്ല? എന്തിനാണ് തിരുവനന്തപുരത്ത് EDയെ പ്രതിരോധിച്ചത്? ഇതിന് CPM മറുപടി തരേണ്ടതല്ലേ? അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അതിന് മറുപടി ഉണ്ടാവില്ല. അപ്പൊ എനിക്കൊന്ന് വളരെ വ്യക്തമാണ്. പോലീസ് ED എങ്ങാൻ മറ്റേ പിണറായി വിജയൻ അറസ്റ്റ് ചെയ്തിരുന്നിരിക്കട്ടെ, അയാളെ അറസ്റ്റ് ചെയ്ത് ഇവിടെ ജയിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ കമ്മ്യൂണിസ്റ്റുകാരും മിണ്ടൂല. മറിച്ച് പുറത്ത് നടക്കുന്ന എന്ന പിണറായി വിജയനാണ് ഇവർക്ക് ഭയമുള്ളത്. ഇവർക്ക് ഭയം വാസ്തവത്തിൽ ഇവര് വീണാ വിജയന്റെ കാര്യത്തിൽ ഇവർ പദവിൽ കവിഞ്ഞ താല്പര്യമെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം വീണാ വിജയൻ അവിടെ പവർഫുൾ ആണ്. അവര് പറഞ്ഞാൽ അച്ഛൻ അനുസരിക്കും, അവര് പറഞ്ഞാൽ അവര് ഭർത്താവായിട്ടുള്ള റിയാസ് അനുസരിക്കും. ഈ ധാരണ കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ട്. അത് ജില്ലാ സെക്രട്ടറിക്കുണ്ട്, സംസ്ഥാന സെക്രട്ടറിക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ആ ഭയപ്പാട് ഉള്ളിലുള്ളതിന്റെ പേരിലാണ് അത് സാധനം പറയാറില്ല. ഈ ചിലർക്ക് ആനയെ പേടിയേക്കാൾ കൂടുതൽ ആനപ്പിണ്ടത്തെയാണ് പേടി. ഈ പറയുന്ന മാതിരി ആനപ്പിണ്ടം കാണുന്ന സമയത്ത് ഇതിൽ കൂടി ആന പോയിട്ടുണ്ടോ എന്ന് ധരിക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ ആന പോയിട്ടുണ്ടോ എന്ന് ധരിക്കുന്ന ആനപ്പിണ്ടം കണ്ട് ഭയപ്പെടുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകൾ. ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞാല് 1975 തുടങ്ങിയിട്ട് 77 വരെ ഇന്ത്യയിലെങ്ങും അടിയന്തരാവസ്ഥയായിരുന്നു. കേരളത്തിലായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും സ്വാധീനം. എത്ര കമ്മ്യൂണിസ്റ്റുകാരുടെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്? ആകെപ്പാടും 131 പേരാണ് കേരളത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരുടെ പേരുള്ളത്. ആ മാത്രമല്ല അതിലേറെ പേരും EMS അടക്കമുള്ളവര് എല്ലാവരും 2 മാസം കഴിഞ്ഞ സമയത്ത് അവരൊക്കെ ജയിലിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഇവരാരും ഒരു മിസ തടവില് ജയിലിലുണ്ടായിട്ടില്ല. നാമമാത്രമായിട്ടുള്ള KN രവീന്ദ്രനാഥൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ MN ലോറൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു പേര് മാത്രം. ബാക്കിയുള്ള മുഴുവൻ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും അവർ പുറത്തു നിന്നു മാത്രമല്ല, സാക്ഷാൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ വിഖ്യാതമായൊരു പ്രസ്താവന 1976 വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് യുവാക്കളെ കിട്ടാനില്ല എന്ന് വെച്ചാൽ യുവാക്കളാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ വരുന്നില്ല. കാരണം കമ്മ്യൂണിസം തെറ്റാണെന്ന് അവർ പറയുന്നു. അവർ പഠിച്ചിരിക്കുന്ന കമ്മ്യൂണിസം തെറ്റാണെന്നാണ്. അങ്ങനെ പറയുന്ന അവസ്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 76 തന്നെ ഉണ്ടായിരുന്നു. ഇത് എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും കമ്മ്യൂണിസ്റ്റ് അണികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരും എല്ലാവരും തന്നെ സത്യത്തിൽ ഇവരെല്ലാം തികഞ്ഞ ഭീരുക്കളാണ്. ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തെ ഇവർക്ക് അതിജീവിക്കാൻ വേണ്ടി സാധ്യമല്ല. മറിച്ച് ഏറ്റവും അനുകൂലമായുള്ള സാഹചര്യം വരുന്ന സമയത്ത്, ഇപ്പൊ പിണറായി വിജയൻ അകത്ത് പോയിട്ടില്ല, അദ്ദേഹത്തെ ആരും ചോദ്യം ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് വന്ന സമയത്ത് പിണറായി വിജയൻ കാണണമല്ലോ. ആ പിണറായി വിജയനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗങ്ങളും സെക്രട്ടേറിയറ്റ് അംഗങ്ങളുമായിട്ടുള്ള ആളുകൾ മുഴുവൻ അവിടെ കൂടിയിട്ട് പ്രകടനം നയിച്ചതും കുറെ ആളുകളെ ഇവരെ ഇവിടേക്ക് അയച്ചും ജയിലിലേക്ക് അയച്ചതും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ജയിലിലേക്ക് പോയിട്ടുള്ള കുറെ പേരുണ്ട്. ഈ 26 പേരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗികമായിരിക്കുന്ന നേതൃത്വത്തിൽപ്പെട്ടവർ ആരൊക്കെയുള്ളത്? ആരെങ്കിലുമൊക്കെ ഉണ്ടോ? റഹീം അതിലെ കൂട്ടത്തിൽ പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ ജോയി അവരുടെ കൂട്ടത്തിൽ പോയിട്ടുണ്ടോ? ശിവൻകുട്ടി അവരുടെ കൂട്ടത്തിൽ പോയിട്ടുണ്ടോ? MV ഗോവിന്ദൻ അവരുടെ കൂട്ടത്തിൽ പോയിട്ടുണ്ടോ? ഇവരാരും പോയില്ലല്ലോ.
സാധാരണ പ്രവർത്തകർ മാത്രമാണ് പോയി. സാധാരണ പ്രവർത്തകരാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുരുതി കൊടുക്കാറ്. അങ്ങനെ കുരുതി കൊടുക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ചില ആളുകള്, ചില ബലിയാടുകള്, ചില ചാവേറുകള്, രക്തസാക്ഷികളാകാൻ വേണ്ടി മോഹിക്കുന്ന ആളുകള്, അവര് മാത്രമാണ് അവിടെ സമരത്തിൽ പങ്കെടുത്തത്. ഞാൻ ഇടപെടുകയല്ല. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ED റെയ്ഡ് ചെയ്ത് കടന്നു പോകുമ്പോൾ അവർ EDയുടെ റെയ്ഡിന് ശേഷം മാധ്യമങ്ങൾ കണ്ട പിണറായി വിജയൻ പറഞ്ഞത് എന്നോടൊന്നും ചോദിച്ചിട്ടില്ല. നമ്മൾ ഒരുമിച്ച് നിന്ന് ഇതിനെതിരെ ചെറുത്ത് പോരാടും, ഇതിനെതിരെ പോരാടും എന്ന് പറയുമ്പോൾ നമ്മൾ എന്ന് പിണറായി വിജയൻ വിശേഷിപ്പിച്ചത് CPMകാർ ഉൾപ്പെടെയുള്ള ആളുകൾ. പിണറായി വിജയൻ ഒരു സ്വതന്ത്ര വ്യക്തിയാണ്. അവർ CMRL എന്ന കമ്പനിയുമായി നടന്ന ഒരു സ്വതന്ത്രമായൊരു ഇടപാട്, സേവന വേതന വ്യവസ്ഥ പ്രകാരം നടന്ന ഒരു പണമിടപാട്. ഈ ഇടപാടിൽ എൻ്റെ കൈകൾ ശുദ്ധമാണ്, അതുകൊണ്ട് എൻ്റെ മടിയിൽ കനമില്ല, എനിക്ക് വഴിയിൽ ഭയമില്ല എന്ന് നിയമസഭയിൽ പറഞ്ഞ പിണറായി വിജയൻ പിന്നെ എന്തിനാണ് നമ്മൾ ഒരുമിച്ച് ഇതിൽ പോരാടും എന്ന് പറഞ്ഞുകൊണ്ട് വീണയ്ക്കെതിരെ നടന്ന ഒരു ED റെയ്ഡിന് CPMകാരെ വലിച്ചഴിക്കുന്നത്? അത് CPMകാർ മനസ്സിലാക്കി. കാരണം അന്ന് സാറ് പറഞ്ഞതുപോലെ 26 സാധാരണക്കാരായ CPMകാർ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നു. അതുപോലെ തന്നെ കണ്ടാലറിയാവുന്ന 300 പേർക്ക് എതിരെ കേസെടുത്തിരിക്കുന്നു. അതിൽ MP ഗോവിന്ദനും മുൻ മന്ത്രിമാരും എല്ലാവരും അടക്കം എല്ലാ ആളുകളും പെടും. ഇവിടെ CPM ഒരു വസ്തുത തിരിച്ചറിഞ്ഞിരിക്കുന്നു. നമ്മൾ ഒരുമിച്ച് ഈ പോരാട്ടത്തിൽ ഇനിയില്ല. പിണറായി വിജയന്റെ വാക്ക് കേട്ടുകൊണ്ട് 2 കമ്പനികൾ തമ്മിൽ നടന്നു എന്ന് പറയുന്ന പണമിടപാടിൽ CPMന് യാതൊരു റോളുമില്ല എന്നവർ വൈകിയാണെങ്കിലും തിരിച്ചറിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, പിണറായി വിജയന്റെ ആ പഴയ പ്രതാപം അസ്തമിച്ചിരിക്കുന്നു. ഇനി ഞങ്ങൾക്ക് ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ, നിങ്ങളുടെ പുറകിൽ വന്ന് ഈ ചക്കളത്തി പോരാട്ടത്തിന്, ഈ പൊറോട്ട് നാടകത്തിന് കൂട്ടുനിൽക്കാൻ ഞങ്ങളില്ല എന്ന വ്യക്തമായ സൂചനയാണ് പിണറായി വിജയന് നൽകിയിരിക്കുന്നത്. ആ സൂചനയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നലെ ഈ പ്രതിരോധം തീർക്കാൻ ആരും അവിടെ കൂടാതിരുന്നത്. കാരണം അന്ന് മെയ് 21-ാം തീയതി തീർത്ത പ്രതിരോധമെല്ലാം സാറ് പറഞ്ഞതുപോലെ ഏതൊക്കെയോ ഭയപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞു വന്നതാണ്. എന്നാൽ വെള്ളം അതിനുശേഷം ഇവരുടെ കാൽച്ചുവട്ടിലൂടെ ഒഴുകി പോയിരിക്കുന്നു, വെളിപാട് ഉദിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു കാര്യം ഉറപ്പാണ്, ഒരു തൊഴിലാളി വർഗ പാർട്ടിയുടെ നേതാവിന്റെ മകളുടെ അക്കൗണ്ടിൽ 11 കോടി 19 കോടി രൂപ, 19 കോടി, എത്ര കോടിയെങ്കിലും ആവട്ടെ, അവർ പണിയെടുത്തതാണെങ്കിൽ അവർക്ക് കോടികൾ ഉണ്ടാക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ എന്ത് ജോലിയാണ് ഇവർ ചെയ്തിരുന്നത്? 19 കോടിയുടെ ഒരു സമ്പാദ്യം ഇവരുടെ നിക്ഷേപത്തിൽ ഉണ്ടാകാൻ എന്തുകൊണ്ടാണ് MP ഗോവിന്ദനോ അല്ല എന്നുണ്ടെങ്കിൽ ഈ പാർട്ടിയുടെ താഴെ തട്ടിലുള്ള ഈ വീണ വിജയന് പ്രതിരോധം തീർക്കുവാൻ വേണ്ടി EDയുടെ കാറ് തല്ലി പൊളിച്ച് ആരെങ്കിലും ഒരു ചോദ്യം ഇവരോട് ചോദിക്കുന്നുണ്ടോ? എവിടെ നിന്നാണ് ഈ പണം കിട്ടിയത്? എങ്ങനെയാണ് ഈ പണം വന്നത്? ആരാണ് പണം കൊടുത്തത്? എന്തിനു വേണ്ടി പണം കൊടുത്തു എന്ന് ചോദിക്കാൻ ഇവർക്ക് എന്തുകൊണ്ട് സാധ്യമാകുന്നില്ല? ഇവർ തൊഴിൽ വേണം എന്ന് പറഞ്ഞ് ചെങ്കൊടിയും പിടിച്ച് നടക്കുന്നവരല്ലേ? തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് വേണ്ടി പോരാടുന്നവരല്ലേ? എങ്ങനെയാണ് ഈ പണം എത്തിയത്? അനധികൃതമായ പണമാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇവർക്ക് അംഗീകരിക്കാൻ പറ്റുമോ? പിടിയേരി പിടിച്ചാണ് ഈ പാർട്ടി ഉണ്ടാക്കിയതെന്ന് ഇവർ പറയുന്നു. ഓണത്തിൻ്റെ അന്നും ഉത്രാടത്തിൻ്റെ അന്നും കഞ്ഞി വയ്ക്കാതെ സമരത്തിന് ഒത്തുകൂടിയ ആളുകൾ ഓരോ പിടിയേരി കൊണ്ട് കഞ്ഞി വെച്ച് കുടിച്ച ചരിത്രമൊക്കെ കമ്മ്യൂണിസ്റ്റിൻ്റെ പാർട്ടി ചരിത്രത്തിൽ ഞാനും വായിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ കഴിഞ്ഞുകൂടിയ ആളുകൾ, അല്ലെങ്കിൽ അത്രത്തോളം ആദർശപരമായി സമ്പത്തിനെ കണ്ടിരുന്ന ആളുകൾ എന്നുള്ള വിശേഷണമുള്ള ഈ പാർട്ടിക്ക് എന്തുകൊണ്ടാണ് ഈ പണത്തിൻ്റെ ഉറവിടം എവിടെ നിന്നാണെന്നുള്ളത് കണ്ടെത്താൻ പറ്റാത്തത്? അത്തരത്തിലൊരു അന്വേഷണം മാത്രമല്ല ഇവിടെ നടക്കുന്നത്. വീണ വിജയൻ ഈ അന്വേഷണത്തിനുള്ളിൽ അവർ തെറ്റുകാരിയല്ല, നേരായ രീതിയിലാണ് ഇവർ പണം സമ്പാദിച്ചിരിക്കുന്നത്. ഇവർ ചെയ്ത സേവനം ഇന്നതാണ്, ആ സേവനത്തിനാണ് ഈ കമ്പനി ഞങ്ങൾക്ക് വേതനം നൽകിയിരിക്കുന്നത് എന്ന് കൃത്യമായ രേഖകൾ സഹിതം EDക്ക് മുമ്പിൽ സമർത്ഥിക്കുകയാണെങ്കിൽ പിന്നെ ED ഇവർ അകാരണമായി പിടിച്ച് അകത്തിടുവോ? അതുണ്ടാവില്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരെല്ലാവരും ഇത്തരം നിയമവാഴ്ചകളെ മറന്നുകൊണ്ട് ഇവരിത്തരം പ്രതിരോധങ്ങൾക്ക് വേണ്ടി തുനിയുന്നത്? അതിനിവർ പറയുന്നൊരു കാര്യം, കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ തങ്ങളുടെ രാഷ്ട്രീയ പ്രതിയോഗികളെ നേരിടുന്നതിന് വേണ്ടി EDയെ പോലുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് പല സംസ്ഥാനങ്ങളിലും പലരെയും അകത്തടച്ചിട്ടുണ്ട്. അതിന് അവർ മനീഷ് സിസോദിയ അടക്കമുള്ള ആം ആദ്മി പ്രവർത്തകരുടെ, കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ജയിൽവാസത്തെക്കുറിച്ചെല്ലാം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ED ആയാലും മറ്റേതെങ്കിലും കേന്ദ്ര അന്വേഷണ ഏജൻസികളായാലും അവരുടെ നടപടിക്രമങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക തന്നെ വേണം. എല്ലാവരും വിമർശനത്തിന് അതീതരല്ലല്ലോ. അങ്ങനെയെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാതെ CPMൽ അംഗത്വം പോലും എടുക്കാത്ത വീണ എന്ന ഒരു, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മുതലാളിച്ചയ്ക്ക് വേണ്ടി, അവർ കമ്പനി മുതലാളിയാണല്ലോ, ആ കമ്പനി ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല, അവർ നടത്തിയ ഒരു സാമ്പത്തിക ഇടപാടിന് വേണ്ടി ധാർമ്മികമായ എന്ത് ഉത്തരവാദിത്തമാണ് CPMന് തെരുവിലിറങ്ങി EDയെ ഉപദ്രവിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ പാർട്ടി എങ്ങനെയാണ് അധപ്പതിച്ചു പോയത്? അല്ല, ഈ പാർട്ടിയെ സംബന്ധിച്ച് അധപ്പതനത്തിന്റെ പ്രശ്നമില്ല കേട്ടോ. ഇതാണ് കമ്മ്യൂണിസം. അതായത് ഒരു പാണ സ്വഭാവമുള്ളവരാണ് കമ്മ്യൂണിസ്റ്റുകൾ. എനിക്ക് പലപ്പോഴും അറിയാവുന്ന സാധാരണ കമ്മ്യൂണിസ്റ്റുകാരെ ഇവർ വളരെ പാവങ്ങളാണ്, യാതൊരു വിവരമില്ലാത്ത സാധനങ്ങളാണ്. എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ആളുകളാണ്. പാർട്ടിയോട് പതിവിൽ കഴിഞ്ഞ് വിധേയത്വമുള്ളവരാണ്. ഈ പറയുന്ന ആളുകൾ മുഴുവൻ എക്കാലത്തും ചെയ്തിരിക്കുന്നത് പാർട്ടിയിലെ മേലാള വർഗത്തിന് വേണ്ടിയിട്ട്, ഇപ്പൊ പിണറായി വിജയനെ പോലുള്ള മേലാള വർഗത്തിന് വേണ്ടിയിട്ട് കൊടി പിടിക്കുന്ന പണിയാണ് ഇവരുള്ളത്.
ഇവരെല്ലാ സ്ഥലത്തും കൊണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പോവുക. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല, തിരുവനന്തപുരത്ത് അവർ എന്തുകൊണ്ട് സമരം ചെയ്തു? ആ ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ. ഈ പറയുന്ന ബേക്കറി ജംഗ്ഷനിൽ വാടകയ്ക്കെടുത്ത കെട്ടിടത്തിനകത്ത് പിണറായി വിജയൻ താമസിച്ചത് വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ ധരിച്ചുകൊണ്ടാണ്. കാരണം ഞാനവിടെ താമസിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ വീണാ വിജയനെ ചോദ്യം ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യമാണ് പിണറായി വിജയൻ ഉണ്ടായത്. അദ്ദേഹത്തിന് ഇ ഡിയെ മനസ്സിലായിട്ടില്ല. ഇ ഡിയെ സംബന്ധിച്ച് ഇ ഡി അവിടെ ഏത് പിണറായി വിജയൻ ഉണ്ടെങ്കിൽ പിണറായി വിജയനെ മൂലയ്ക്ക് ഇരുത്തിക്കൊണ്ട് കൃത്യമായിട്ട് വീണാ വിജയനോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കരുത്ത് ഇ ഡിയെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇന്നിപ്പോ നമുക്കറിയാലോ, പിണറായി വിജയനോട് താമസം മാറ്റാൻ വേണ്ടി പോവുക. ഈ പറയുന്ന വാടക വീട്ടിൽ നിന്ന് താമസം മാറ്റിക്കൊണ്ട് 30,000 35,000 കൊണ്ട് വാടകയുള്ളൂ. വീടിന് അവരുടെ കണക്കിൽ ചെറിയ വാടകയെന്നാണ് അവർ പറഞ്ഞത്. പിണറായി വിജയന്റെ മകള് പറഞ്ഞത് ചെറിയ വാടകയുള്ളൂ, 30,000 35,000 കൊണ്ട് ഉള്ളൂ എന്നാ പറഞ്ഞേ. അത് കഴിഞ്ഞ് പിണറായി വിജയൻ കണ്ടോൺമെന്റ് ഹൗസിലേക്ക് താമസം മാറ്റുമ്പോൾ ഈ പറയുന്ന വീട്ടിൽ വീണ മാത്രമേ ഉണ്ടാവും. വീണയുടെ ഭർത്താവായുള്ള മുഹമ്മദ് റിയാസും ആ പഴയ ബന്ധത്തിലുള്ള ഒരു കുട്ടി എന്ന മറ്റോ ഉണ്ട്. അതൊക്കെ മാത്രമേ ഉണ്ടാവാനും സാധ്യതയുള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് വീണ്ടും അവിടേക്ക് ഇ ഡി എത്തിയിട്ട് ചോദ്യം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പൊ ഇവര് CMRL കൊടുത്തു എന്ന് പറയുന്നത് ഇവര് എന്ത് സർവീസാണ് കൊടുത്തതെന്നുള്ളതാണ് ചോദ്യം. ഇവർക്ക് പണം കിട്ടിയിരിക്കുന്നു. ഇപ്പൊ നേരത്തെ പ്രദീപ് പറഞ്ഞ പോലെ 19 കോടി രൂപ ഒരു അക്കൗണ്ടിൽ വന്നിരിക്കുന്നു. എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഒരു ആയുസ് മുഴുവൻ പണിയെടുത്താല് 19 കോടി രൂപ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുമോ? എത്രയാ പ്രായമുണ്ട് പിണറായി വിജയന്റെ മകൾക്ക്? ഈ ചുരുങ്ങിയ കാലം കൊണ്ട് 19 കോടി രൂപ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അഴിമതി ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പൊ നമ്മൾ CMRL പണം കൊടുത്തു എന്ന് പറഞ്ഞു. എന്തിനാണ് പണം കൊടുത്തത്? എന്ത് പണിയാണ് ഇവർ ചെയ്തിരിക്കുന്നത്? ഇവർക്ക് ഏത് ജോലിയാണ് ഇവർക്ക് നിശ്ചയമുള്ളത്? ഇവർ വേറെ ആർക്കെങ്കിലും ഇത്തരം ജോലികൾ ചെയ്തിട്ടുണ്ടോ? ആ ചോദ്യത്തിന് വീണാ വിജയൻ കൊടുത്തിട്ടുള്ള ഉത്തരം, ഞങ്ങൾ വേറെ ആർക്ക് വേണ്ടിയിട്ട് പണിയെടുത്തിട്ടില്ല, ഞങ്ങൾ ഒറ്റ ആൾക്ക് വേണ്ടിയിട്ട് മാത്രമേ പണിയെടുത്തിട്ടുള്ളൂ, അത് CMRL വേണ്ടിയിട്ടാണ്. അങ്ങനെ പറയുന്ന സമയത്ത് ഈ തൊഴില് ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ വലിയ സ്ഥാപനം 2 വർഷം മുമ്പ് ഈ കമ്പനി നിർത്തുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന് കത്തെഴുതിയിട്ടുണ്ട്, നിർത്തിയിട്ടുണ്ട്. പിന്നെ മാത്രം നമ്മൾ ഒരു സ്ഥാപനം തുടങ്ങുന്ന ഒരിക്കലും ഒരാൾക്ക് വേണ്ടിയിട്ടായിരിക്കില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ആ സ്ഥാപനം ഒരു 1-2 തൊഴിലാളികൾ വെച്ചാൽ പോരെ? അങ്ങനെയല്ലല്ലോ ചെയ്തത്. ഇവര് എക്സാലോജിക്കിന്റെ കമ്പനി രജിസ്റ്റർ ചെയ്തത്, അത് ബാംഗ്ലൂർ രജിസ്റ്റർ ചെയ്തത് ഈ പറയുന്ന സ്ഥാപനത്തിന് സർവീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാ. അപ്പൊ അവർ തിരിച്ചത് കേരളത്തില് തന്റെ അച്ഛൻ മുഖ്യമന്ത്രിയാണ്, അതുകൊണ്ട് തനിക്കിവിടെ കേരളത്തിന്റെ അച്ഛന്റെ പേരിൽ എന്ത് വേണമെങ്കിലും കാണിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത്രയ്ക്ക് സർവ്വശക്തിയാണെന്നുള്ള ഒരു ധാരണയാണ് വീണാ വിജയനെ സംബന്ധിച്ചുള്ളത്. ആ ധാരണയുടെ പൊളിച്ചെഴുത്താണ് ഇവിടെ നടന്നിരിക്കുന്നത്. അല്ല, തീർച്ചയായും ഇപ്പൊ CPM-കാര് ഒരു പറ്റം ആളുകളെങ്കിലും തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇവിടെ ഏത് തരത്തിലുള്ള വരുമാനമാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. MA ബേബി പറഞ്ഞു അന്വേഷണം നടക്കട്ടെ. അതുപോലെ എപ്പോഴും പിണറായി വിജയനെ ന്യായീകരിക്കാറുള്ള AK ബാലൻ പറഞ്ഞു വീണ പണം പറ്റിയിട്ടുണ്ടെങ്കിൽ ED യുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ അവരത് അന്വേഷിക്കട്ടെ. ഇത് തന്നെയാണ് KK ശൈലജയും പറഞ്ഞത്. അതായത് ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. ജോൺ ബ്രിട്ടാസ് പിണറായി വിജയന്റെ വിശ്വസ്ത സജീവനാണ്. അപ്പൊ ഇവരെല്ലാവരും കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു. കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിന് നിരക്കാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഇടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കട്ടെ എന്ന് അവർ പറയുമ്പോൾ പിണറായി വിജയൻ പറഞ്ഞത് കേട്ട് ഇനി വിശ്വസിച്ച് ഞങ്ങൾ ഈ പരിപാടിക്കില്ല, ഞങ്ങൾ തെരുവിലേക്ക് ഇറങ്ങാനില്ല എന്ന വ്യക്തമായ സന്ദേശം കൊടുത്തിരിക്കുന്നു. മാത്രമല്ല നേരത്തെ സാറ് പറഞ്ഞതുപോലെ ED ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ ഉത്തരം നൽകാൻ ഇതുവരെയും വീണയ്ക്ക് സാധിച്ചിട്ടില്ല. ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിച്ച ആ 134 തെളിവുകൾ PMLA കോർട്ട് EDക്ക് കൊടുക്കണം, കൈമാറണം എന്നുള്ള ഉത്തരവ് ഇറക്കിയിട്ട് അത് ഇന്ന് മാത്രമേ EDക്ക് കിട്ടുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കർത്തയുടെ കുടുംബത്തെ ചോദ്യം ചെയ്ത്, അതായത് CMRL കർത്തയുടെ കുടുംബത്തെ ചോദ്യം ചെയ്ത് തെളിവുകളെല്ലാം നിരത്തിവെച്ച് ഈ 134 തെളിവുകൾ നിരത്തിവെച്ച് ED വീണ്ടും വീണയെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തും എന്നുള്ളത് CPM-കാർക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുന്നു. വെറുതെ തെരുവിൽ പോയി കുത്തിയിരുന്ന് EDയെ പ്രതിരോധിക്കാൻ CPM-കാരി അല്ലാത്ത ഒരാൾക്ക് വേണ്ടി പ്രതിരോധം തീർക്കാൻ ഞങ്ങൾ ഇനി പോയതുകൊണ്ട് കാര്യമില്ല. ഉള്ള ജീവിതം കട്ടപ്പോകുകയാകും എന്നുള്ളത് അവർ മനസ്സിലാക്കിയിരിക്കുന്നു. പിണറായി വിജയന് ശക്തമായ സന്ദേശം കൊടുത്തിരിക്കുന്നു. ഞങ്ങൾ ഇനി ഇത്തരം നാടകങ്ങൾക്കില്ല എന്ന് തന്നെയാണ്. എന്തായാലും CPM എന്ന് പറഞ്ഞ പാർട്ടിയിൽ കുറച്ച് പേരെങ്കിലും ഒരു പൊളിച്ചെഴുത്തിന് തയ്യാറായി നിൽക്കുന്നു എന്ന് വേണം നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കാൻ. എന്തായാലും ഇനിയും ഈ പ്രസ്ഥാനത്തെ ഒറ്റിക്കൊടുത്തുകൊണ്ട് ആരുടെയെങ്കിലും ഏകാധിപത്യത്തിന് കൂട്ടുനിൽക്കാൻ ഞങ്ങളില്ല എന്ന വ്യക്തമായ സന്ദേശം കൊടുത്തിരിക്കുന്നു. എന്തായാലും വീണാ വിജയന്റെ കാര്യം കൂടുതൽ പരിങ്ങലായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും വീണാ വിജയന്റെ കാര്യം വളരെ പരിങ്ങലാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പാർട്ടിയുടെ അണികൾ അല്പമെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അറിയാനുള്ള സാധ്യതയില്ല കേട്ടോ. കാരണം അറിയണം തന്നെ ഈ വിവേചനശീലം വേണം, വിവേചനാധികാരം വേണം. ഇത് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരെ സംബന്ധിച്ചില്ല. മിക്കവാറും എല്ലാം മന്ദബുദ്ധികളാണ്, കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നവരല്ല. അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തെ സംബന്ധിച്ചും അവർ അണികളെ സംബന്ധിച്ചും ഇത്തരം വിഷയങ്ങൾ അവർ പഠിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പഠിച്ച സ്ഥലത്തെല്ലാം കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന സാധനം ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ മാത്രം കാണുന്ന ചെങ്കുടിയായിട്ട് മാറി എന്നുള്ളതാണ് എനിക്കറിയാവുന്നത്. ശരി, നമസ്കാരം.